ശബരിമലയിൽ നിന്ന് 2019 ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷണം 3 മാസത്തേക്ക് അടുക്കുമ്പോഴും SITക്ക് സ്ഥിരീകരണമില്ല. പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും ഗോവർദ്ധനിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണവുമായി നടത്തുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം വളരെ നിർണായകമാകും എന്ന വാർത്താ സൂചനയുമായി ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേരുന്നു. ഷബീർ, ഗുഡ് മോർണിംഗ്. പറയൂ ഷബീർ. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ 3 മാസത്തോടെ അന്വേഷണം അടുക്കുമ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, ഇതിനോടകം തന്നെ പലതരത്തിലുള്ള അറസ്റ്റുകൾ, കസ്റ്റഡി, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നെങ്കിലും ഈ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അത് സ്വർണ്ണം ഉരുക്കി വിറ്റതാണോ അതല്ല ആ പാളികൾ തന്നെ അട്ടിമറിച്ചോ, പാളികൾ അപ്പാടെ അട്ടിമറിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും വ്യക്തതയില്ല. ഈ പാളികൾ അതേപടി രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിന് വിറ്റു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ വഴിക്കും SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. പാളികളിൽ നിന്ന് രാസലായിനി ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെടുത്താൽ പാളി രാസലായിനിയിൽ നശിക്കുകയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ പഴയ പാളിയുടെ അതേ അളവിലുള്ള പുതിയ ചെമ്പുപാളിയിലാണ് വീണ്ടും സ്വർണം പൂശി ശബരിമലയിൽ സ്ഥാപിച്ചതെന്ന് വ്യക്തമാകും. ഈ രീതിയിലും SITയുടെ അന്വേഷണം നടക്കുകയാണ്. ഇതിനിടെ ഈ VSSയിൽ ശബരിമലയിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ പരിശോധനാ ഫലം ഈ വിഷയത്തിൽ നിർണായകമായി മാറും എന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. ഏതായാലും തൊട്ടടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണം. ഇന്നലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഈ കട്ടിളപ്പാളിൽ നഷ്ടമായ കൂടുതൽ സ്വർണ്ണങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അത് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ഈ ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളകൾ ഘടിപ്പിച്ചിരുന്ന ദശാവതാരം ആലേഖനം ചെയ്ത 2 പാളികൾ, രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരുന്ന 2 പാളികൾ, കട്ടിളയ്ക്ക് മുകളിലുള്ള ശിവരൂപവും വ്യാളിരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലം തുടങ്ങി കട്ടിളയുമായി ബന്ധപ്പെട്ട 7 പാളികളും 2 ദ്വാരപാലക ശില്പങ്ങളിൽ കവചമായി ഉണ്ടായിരുന്ന പാളികളും തെക്ക് വടക്ക് മൂലകളിലെ തൂണുകളിലെ പാളികൾ എന്നിവയിൽ നിന്നും ചെന്നൈ അമ്പത്തൂർ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച അത് രാസലായിനി ഉപയോഗിച്ചുകൊണ്ട് വേർതിരിച്ചെടുത്തുള്ളതാണ് ഇന്നലെ കസ്റ്റഡി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴും ഈ തെളിവെടുപ്പ് ഇതിനോടകം തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശബരിമല നഷ്ടമായി എന്ന് കരുതുന്ന സ്വർണം കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണത്തിന് തിരിച്ചടിയാകുന്ന ഒന്നാമത്തെ ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടം നമുക്കറിയാം. ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തെ കേന്ദ്രീകരിച്ച് ഡിമണിയിലടക്കം അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെയും അത് മറ്റൊരു തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഇനി മൂന്നാമത്തേത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം ചിത്രം പങ്കുവച്ചവർ, അതേപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം സമയം പങ്കിട്ടവർ, ഇവരുടെയൊക്കെ മൊഴിയെടുക്കണമെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ട്. കാരണം ഈ അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളുടെ മൊഴിയെടുക്കലിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് മറ്റാളുകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, അതേപോലെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ADGP S3 അടക്കമുള്ളവരോടൊപ്പമുള്ള ചിത്രങ്ങൾ അത് പുറത്തേക്ക് വന്നിരുന്നു. SITക്ക് മേൽ അവരുടെ മൊഴിയെടുക്കാനുള്ള സമ്മർദ്ദം കൂടി ഏറും. അതടക്കമുള്ള സാഹചര്യം ഈ മൊഴിയെടുക്കൽ സംബന്ധിച്ച് SITക്ക് ഭാരമാകുന്നുണ്ട്. ഏതായാലും പലവിധത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പോഴും 3 മാസം ആകാറാകുമ്പോഴും ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് SITക്ക് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരമില്ല. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.